സന്നിധാനത്ത് വലിയ തിരക്ക് ഈ ഒരു ഘട്ടത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. തീർത്ഥാടകർ വലിയ തോതിൽ ഇപ്പോൾ എത്തിച്ചേരുന്ന ഒരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് നാളെ മണ്ഡലപൂജ നടക്കാനിരിക്കുന്നു. തങ്കയങ്കി വഹിച്ചുള്ള രഥഘോഷയാത്ര ഇന്ന് ഉച്ചയോടെയായിരിക്കും പമ്പയിൽ എത്തിച്ചേരുക. ഇപ്പോൾ സന്നിധാനത്ത് നിന്നും സനോജ് സുരേന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സനോജ്. ഗുഡ് മോർണിംഗ് കാവ്യ. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കണ്ടതുപോലെ അത്രയധികം തിരക്ക്, തീർത്ഥാടകരുടെ വലിയൊരു പ്രവാഹം ഇന്നും ഉണ്ട്. പ്രത്യേകിച്ച് മണ്ഡലപൂജ നടക്കാനിരിക്കുന്നു. തങ്കയങ്കി ഘോഷയാത്ര ഇന്ന് എത്താനിരിക്കുന്നു. വലിയ ക്രമീകരണങ്ങളും ഇപ്പോൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും കാവ്യ, കഴിഞ്ഞ 10 ദിവസക്കാലത്തിലേറെയായി തുടർച്ചയായി 97,000-നും 1,00,000-നും മുകളിലും തീർത്ഥാടകർ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുകയാണ്. തീർത്ഥാടകരുടെ ഒരു മഹാപ്രവാഹം എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ച് തീർത്ഥാടകരുടെ ദർശനത്തിനായുള്ള കാത്തുനിൽപ്പ് ശബരിപീഠവും പിന്നിട്ട് അപ്പാച്ചിമേട്ടിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നലെ രാത്രിയിലും സമാനമായ സാഹചര്യമുണ്ടായി. വലിയ തോതിലുള്ള ഒരു ഭക്തജന പ്രവാഹത്തെ തുടർന്നാണ് തീർത്ഥാടകരുടെ തിരക്ക് വലിയ തോതിൽ നീണ്ടുപോകാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ കാര്യങ്ങൾ നല്ല നിലയിൽ മുൻപോട്ട് പോകുന്നുണ്ട്. ഇവിടെ വരുന്ന തീർത്ഥാടകർക്ക് എല്ലാവർക്കും ദർശനം കിട്ടുന്നുണ്ട്. അതായത് മണിക്കൂറുകൾ കാത്തു നിന്ന ശേഷമാണെങ്കിൽ കൂടിയും ഇവിടെ വരുമ്പോൾ എല്ലാവർക്കും ദർശനം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം. പക്ഷേ എരുമേലി പോലെയുള്ള മുണ്ടക്കയം പോലെയുള്ള ശബരിമലയുമായി അടുത്ത പ്രദേശങ്ങളിലൊക്കെ വാഹനങ്ങൾ കാത്തു കിടക്കുന്ന കാഴ്ചയുണ്ട്. കാരണം എരുമേലിയിലും വലിയ തോതിലുള്ള തിരക്കുണ്ടായിരുന്നു. നിലയ്ക്കലിൽ, അതായത് ഇവിടെ ദർശനം നടത്തി മടങ്ങുന്ന തീർത്ഥാടകർ നിലയ്ക്കലിൽ നിന്നും വാഹനവുമായി കടന്നു പോയെങ്കിൽ മാത്രമേ അവിടെ പാർക്കിംഗ് സൗകര്യം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ തീർത്ഥാടകർ പോകുമ്പോൾ മാത്രമാണ് മറ്റ് തീർത്ഥാടകരെ അങ്ങോട്ടേക്ക് അവരുടെ വാഹനങ്ങൾ നിലയ്ക്കലിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ, വാഹനങ്ങളുടെ നീണ്ട നിര എരുമേലി, പൊൻകുന്നം, മുണ്ടക്കയം പോലെയുള്ള പ്രദേശങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. നിലവിലിപ്പോൾ ഇന്നലെ 1,00,000-ന് മുകളിൽ തീർത്ഥാടകരാണ് ഈ സന്നിധാനത്തിലൂടെ 18-ാം പടി കയറി എത്തിയത്. ഒപ്പം തന്നെ ഈ 18-ാം പടിയിൽ 5,000-ന് മുകളിൽ ആളുകളെ കയറ്റുവാൻ വേണ്ടിയുള്ള ഒരു വലിയ തോതിലുള്ള പരിശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഇന്നാണെങ്കിൽ മണ്ഡലപൂജയുടെ ഭാഗമായിട്ടുള്ള തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് കടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായി ചില ക്രമീകരണങ്ങൾ കൂടി സന്നിധാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 11 മണിക്ക് ശേഷം, രാവിലെ 11 മണിക്ക് ശേഷം നിലയ്ക്കലിൽ നിന്നും തീർത്ഥാടകരെ പമ്പയിലേക്ക് കടത്തിവിടുന്നതിന് നിയന്ത്രണമുണ്ട്. അതുപോലെ തന്നെ 1 മണി മുതൽ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ പ്രവേശിപ്പിക്കുന്നതിന് നിയന്ത്രണമുണ്ട്. സാധാരണഗതിയിൽ 3 മണിയോടുകൂടിയാണ് ക്ഷേത്രനട തുറക്കുന്നത്. എന്നാൽ തങ്കയങ്കി ഘോഷയാത്ര കടന്നു വരുന്നത് കണക്കിലെടുത്തുകൊണ്ട് ഇന്ന് 5 മണിക്കാണ് ക്ഷേത്രം തുറക്കുക. വൈകുന്നേരം 5:30 6 മണിക്കുമിടയിൽ തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേരും. 18-ാം പടിയുടെ മുമ്പിൽ ദേവസ്വം ഭാരവാഹികളും മേൽശാന്തിയും ചേർന്ന് തങ്കയങ്കിയെ സ്വീകരിക്കും. പിന്നീട് തങ്കയങ്കി ചാർത്തിയാണ് ദീപാരാധന ഇന്ന് നടക്കുക. നാളെയാണ് മണ്ഡലപൂജ നടക്കുന്നത്. മണ്ഡലപൂജയുടെ ഭാഗമായും ചില ക്രമീകരണങ്ങൾ സന്നിധാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ 9:30 വരെ മാത്രമാണ് നെയ്യഭിഷേകത്തിനുള്ള സമയം. സാധാരണഗതിയിൽ 11 മണി വരെയാണ് നെയ്യഭിഷേകം ഉണ്ടാവുക. എന്നാൽ നാളെ 9:30 വരെയാണ് നെയ്യഭിഷേകം ഉണ്ടാവുക. രാവിലെ 11:30 മണ്ഡലപൂജ ചടങ്ങുകൾ സന്നിധാനത്ത് നടക്കുന്നത്. എന്തായാലും വിപുലമായ ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ താമസിക്കുകയാണ്. ഒപ്പം തന്നെ എല്ലാ കാര്യങ്ങളും പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. ഇവിടെ നിന്നും ആളുകൾ കടന്നു പോകുന്നതനുസരിച്ചാണ് ഘട്ടം ഘട്ടമായി പമ്പയിൽ നിന്നും തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് എത്തിക്കുന്നത്. ഒപ്പം തന്നെ ഇവിടെ നിന്നും മടങ്ങിപ്പോകുന്ന തീർത്ഥാടകരുടെ വാഹനങ്ങൾ ഇറങ്ങിയെങ്കിൽ മാത്രമേ നിലയ്ക്കലിൽ കൂടുതൽ പാർക്കിംഗ് സൗകര്യം ഉണ്ടാവുകയുള്ളൂ. നമുക്കറിയാം, കോടതിയുടെ നിർദ്ദേശമുണ്ട്. പമ്പയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന കോടതിയുടെ നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകരെ പമ്പയിൽ ഇറക്കിയതിനു ശേഷം പമ്പയിൽ നിന്നും തീർത്ഥാടക വാഹനങ്ങൾ നിലയ്ക്കലിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ പോയാണ് പാർക്ക് ചെയ്യേണ്ടത്. അങ്ങനെ പാർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ നിലയ്ക്കലിലെ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ നിറഞ്ഞു കവിയുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണാൻ കഴിഞ്ഞത്. അവിടെ പാർക്കിംഗ് സൗകര്യം കുറവായതുകൊണ്ട് തന്നെയാണ് വാഹനങ്ങൾ എരുമേലി, പാല, പൊൻകുന്നം, മുണ്ടക്കയം പോലെയുള്ള സ്ഥലങ്ങളിൽ പിടിച്ചിടുന്ന ഒരു സാഹചര്യമുണ്ടായത്. അവിടെ ഒറ്റപ്പെട്ട ചില പ്രതിഷേധങ്ങൾ ഉണ്ടായി എങ്കിൽ പോലും വലിയ തോതിൽ തീർത്ഥാടകരെ സന്നിധാനത്ത് ദർശനം നടത്തി മടക്കി അയച്ചതിനു ശേഷം
നിലയ്ക്കലിൽ പാർക്കിംഗ് ക്രമീകരണം കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു വലിയ തോതിലുള്ള പരിശ്രമം സന്നിധാനത്ത് നടക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ ഈ പ്രദേശങ്ങളിൽ, ഞാൻ മുമ്പ് പറഞ്ഞ പ്രദേശങ്ങളിലെ ഗതാഗത കുരുക്കിന് കുറവ് വന്നിട്ടുണ്ട്. എരുമേലിയിൽ നിന്നും കൂടുതൽ വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇന്നും നാളെയുമാണ് മണ്ഡലപൂജയോടനുബന്ധിച്ചുള്ള ദർശനത്തിനുള്ള അവസരമുണ്ടാവുക. നാളെ വൈകുന്നേരം രാത്രിയിൽ ഹരിവരാസനം പാടി ക്ഷേത്രനട അടച്ചു കഴിഞ്ഞാൽ പിന്നെ 30-ാം തീയതി വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് ക്ഷേത്രം തുറക്കുക. എന്തായാലും മണ്ഡലപൂജയെ വരവേൽക്കാൻ വേണ്ടി ഉള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും സന്നിധാനത്ത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. കാവ്യ, സനോജ്, തീർത്ഥാടകരുടെ ഒരു ഒഴുക്ക് നമ്മുടെ ഈ ദൃശ്യങ്ങളിലടക്കം കാണുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ നമ്മൾ കാണുന്നുണ്ട്. ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുള്ള ക്രമീകരണങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു. പോലീസിന്റെ സേനാവിന്യാസം, അതിനെക്കുറിച്ച് കൂടി നമ്മൾ വിശദമായി പറയേണ്ടി വരും. പ്രത്യേകിച്ച് നിരവധിയായ ഒരു വലിയ ഒരു പോലീസ് സേനയെ തന്നെ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീർത്ഥാടകർക്ക് മറ്റൊരു അസൗകര്യവും ഉണ്ടാകാത്ത തരത്തിൽ നിയന്ത്രണങ്ങളോടുകൂടി തന്നെ തീർത്ഥാടകരും പൂർണ്ണമായി തന്നെ അതിനോട് സഹകരിക്കുന്നു എന്ന് വേണ്ടി മനസ്സിലാക്കാൻ. സേനാവിന്യാസം എങ്ങനെയാണ്? സന്നിധാനത്ത് മാത്രം 2700-ൽ പരം പോലീസ് സേനയുടെ സഹായമാണ് ഉള്ളത്. ഇതിൽ 10 DYSPമാർക്കാണ് ചുമതല, 30 സർക്കിൾ ഇൻസ്പെക്ടർമാർക്കും ചുമതലയുണ്ട്. 10 DYSPമാരുടെ നേതൃത്വത്തിൽ മേൽനോട്ടത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ, ഇപ്പോൾ 18-ാം പടിക്ക് ഒരു DYSPക്ക് ചുമതലയാണെങ്കിൽ സന്നിധാനത്തിന് മറ്റൊരു DYSPക്കാണ് ചുമതല, നടപ്പന്തലിന് വേറൊരു DYSPക്കാണ് ചുമതല. അവരുടെ കീഴിൽ അങ്ങനെ ഓരോ പ്രദേശങ്ങളെ തിരിച്ചു കൊടുത്തുകൊണ്ടാണ് പോലീസിൻ്റെ സേനാവിന്യാസം സാധ്യമാക്കിയിട്ടുള്ളത്. നമ്മുടെ പോലീസിൻ്റെ സേവനത്തെ നമുക്ക് എത്രത്തോളം പ്രശംസിച്ചാലും മതിവരത്തില്ല. കാരണം അത്രത്തോളം ജാഗ്രതയോടുകൂടി പരമാവധി തീർത്ഥാടകർക്ക് ദർശനം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു കഠിനമായ പരിശ്രമമാണ് പോലീസ് നടത്തുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണഗതിയിൽ 70, 75, 80 ആ ഒരു സംഖ്യയിൽ 70-നും 80-നും ഇടയിൽ ഉള്ള ആളുകളാണ്, തീർത്ഥാടകരാണ് പലപ്പോഴും വലിയ തോതിലുള്ള പരിശ്രമം പോലീസ് നടത്തുമ്പോഴും 18-ാം പടിയിലൂടെ കടത്തിവിടാൻ കഴിയുന്നത്. അങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും, അതായത് പല മാർഗങ്ങളിലൂടെ സന്നിധാനത്തേക്ക് എത്തുന്ന ആളുകൾ പമ്പയിൽ നിന്നും കാനനപ്പാതയിലൂടെയും പുല്ലുമേട്ടിലൂടെയും സഞ്ചരിച്ച് ഇവിടെ എത്തുന്ന തീർത്ഥാടകർ കേന്ദ്രീകരിക്കുന്നത് 18-ാം പടിക്ക് മുമ്പിലാണ്. 18-ാം പടി എന്ന് പറയപ്പെടുമ്പോൾ അവിടെ ഇത്രയും വരുന്ന രീതിയിലുള്ള ഒഴുക്കനുസരിച്ചുള്ള തീർത്ഥാടകരെ 18-ാം പടിയിലൂടെ കയറ്റിവിടാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ 18-ാം പടിക്ക് മുമ്പിൽ പലപ്പോഴും തിരക്ക് അനുഭവപ്പെടാറുണ്ട്. ആ ഘട്ടത്തിലാണ് പോലീസ് വലിയ ജാഗ്രതയോടുകൂടി ശക്തമായ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ തീർത്ഥാടകരെ വളരെ വേഗത്തിൽ 18-ാം പടിയിലൂടെ ദർശനത്തിനായി കയറ്റിവിടുന്നത്. അങ്ങനെ കയറ്റിവിടുന്ന സംഖ്യയാണ് ഒരു മിനിറ്റിൽ പരമാവധി 70-നും 80-നും ഇടയിൽ തീർത്ഥാടകരെയാണ് സാധാരണഗതിയിൽ കടത്തിവിടാറുള്ളത്. എന്നാൽ ചില ഘട്ടങ്ങളിൽ അത് 100-നോടടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. കാരണം അത്രത്തോളം കഠിനമായി പരിശ്രമിച്ചെങ്കിൽ മാത്രമേ 100-നടുത്തുള്ള ആളുകളെ ഒരു മിനിറ്റ് കൊണ്ട് 18-ാം പടിയിലൂടെ കയറ്റിവിടാൻ കഴിയുകയുള്ളൂ. അങ്ങനെ കയറ്റിവിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമൊക്കെ 5000-ൽ പരം ആളുകളെ ചില സമയങ്ങളിൽ പോലീസിന് 18-ാം പടിയിലൂടെ ദർശനത്തിനായി കയറ്റിവിടാൻ കഴിയുന്നുണ്ട്. കാരണം അത്രത്തോളമുള്ള തിരക്ക്, ഈ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന തീർത്ഥാടകരുടെ നീണ്ട നിര നമുക്ക് ഇവിടെ പലയിടങ്ങളിലും കാണാൻ കഴിയും. പ്രത്യേകിച്ച് ശരംകുത്തിയിലും മരക്കൂട്ടത്തും ശബരിപീഠത്തിലും അപ്പാച്ചിമേട്ടിലുമൊക്കെ തീർത്ഥാടകരുടെ കാത്തുനിൽപ്പ്, നീണ്ട നിര കാണാൻ കഴിയും. ചില ഘട്ടങ്ങളിൽ നീലിമലയിലേക്ക് പോലും തീർത്ഥാടകരുടെ നീണ്ട നിര കാണുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തീർത്ഥാടകർ വലിയ തോതിൽ ദർശനത്തിനായി കാത്തു നിൽക്കുന്നത് കൊണ്ട് പരമാവധി തീർത്ഥാടകരെ ഈ ശബരിമല സന്നിധാനത്തേക്ക് 18-ാം പടിയിലൂടെ കയറ്റിവിടുക എന്നുള്ള ഒരു പരിശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇപ്പോൾ നമുക്ക് സന്നിധാനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായും സന്നിധാനത്ത് നമുക്ക് കാണാൻ കഴിയുന്ന തീർത്ഥാടകർ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും കർണാടകയിൽ നിന്നുമുള്ള തീർത്ഥാടകരാണ് ബഹുഭൂരിപക്ഷം. കേരളത്തിൽ നിന്നുമുള്ള തീർത്ഥാടകരുടെ എണ്ണം വളരെ കുറവാണ്. അങ്ങനെ ദിവസങ്ങൾ നീണ്ട വ്രതാനുഷ്ഠാനത്തിനു ശേഷം അയ്യപ്പനെ ഒരു നോക്ക് കാണാൻ വേണ്ടി മണിക്കൂറുകൾ കാത്തുനിന്ന് അവർ ദേശാന്തരങ്ങൾ കടന്ന് ഇവിടേക്ക് എത്തുമ്പോൾ അങ്ങനെ വരുന്ന തീർത്ഥാടകർക്ക് വിശ്വാസത്തിൽ അധിഷ്ഠിതമായി വിശ്വാസതീഷ്ണതയിൽ നോമ്പ് നോക്കി വരുന്ന തീർത്ഥാടകർക്ക് പരമാവധി ദർശന സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് പോലീസ് ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പരിശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ, അതായത് മണിക്കൂറുകൾ കാത്തു നിന്നിട്ടാണെങ്കിൽ കൂടിയും 10-12 മണിക്കൂറുകൾ കാത്തു നിന്നിട്ടാണെങ്കിൽ കൂടിയും ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്കെല്ലാം ദർശനം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. 17 മണിക്കൂറാണ് ക്ഷേത്രനട തുറന്നു വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും
ഇപ്പോൾ ക്ഷേത്രത്തിൽ ഒരു പൂജാതി കർമ്മങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായി തീർത്ഥാടകരെ കടത്തിവിടുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ്. വരും സമയങ്ങളിൽ അത് തുറന്നു വിടും. അപ്പോൾ 17 മണിക്കൂർ ക്ഷേത്രനട തുറന്നു വയ്ക്കുമ്പോഴും പൂജാതി കർമ്മങ്ങൾക്കായി 1 മണിക്കൂറോളം ക്ഷേത്രനട പല സമയങ്ങളിലായി അടയ്ക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 16 മണിക്കൂറാണ് ദർശനത്തിനുള്ള ഒരു പരമാവധി സമയം ഒരു ദിവസം കിട്ടുക. ആ പരമാവധി സമയം കൊണ്ടാണ് 1 ലക്ഷത്തിനടുത്ത് തീർത്ഥാടകർക്ക് സന്നിധാനത്ത് ദർശനം ഒരുക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണമല്ല, ഒരു ദിവസം 1 ലക്ഷത്തിലധികം തീർത്ഥാടകർ വന്നു പോകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് ആ കണക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ 10 ദിവസക്കാലത്തിലേറെയായി 97,000, 98,000, 1 ലക്ഷത്തിന് മുകളിൽ തീർത്ഥാടകർ സന്നിധാനത്തേക്ക് ഓരോ ദിവസവും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു വലിയ തിരക്കാണ് ഇപ്പോൾ സന്നിധാനത്ത് അനുഭവപ്പെടുന്നതും കാണാൻ കഴിയുന്നതും. കാവ്യ. സനോജ് സുരേന്ദ്രനാണ് സന്നിധാനത്ത് നിന്നും സമഗ്രമായ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സനോജ് ഇപ്പോൾ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 16 മണിക്കൂർ ദർശന സമയത്തിനിടെ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. തീർച്ചയായും ഈ ഒരു ഘട്ടത്തിൽ നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും അത് ഏറി വരും. പൂർണ്ണമായും തീർത്ഥാടകർ അതിനോട് സഹകരിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പോൾ പോലും പോലീസിന്റെ ഈ സമയത്ത് അവിടെ നൽകി വരുന്ന ഒരു സേവനം എത്ര കണ്ട് അഭിനന്ദിച്ചാലും മതിയാകാത്ത ഒരു സാഹചര്യമാണ്. അത്രത്തോളം വലിയ ഒരു സേവനം അവിടെ ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും തീർത്ഥാടകരും ഇത്രയധികം മണിക്കൂറുകൾ കാത്തുനിന്നിട്ടായാലും ദർശനം കൃത്യമായി പൂർത്തിയാക്കിയതിനു ശേഷം മടങ്ങുന്നതിനായി തീർത്ഥാടകരും ഇപ്പോഴും കാത്തുനിൽക്കുകയാണ്. മണ്ഡലപൂജയ്ക്ക് നാളെയാണ് മണ്ഡലപൂജ. അതിനു മുൻപായി ഇന്ന് തങ്കയങ്കി ഘോഷയാത്രയും പമ്പയിൽ എത്തിച്ചേരുന്നുണ്ട്. ഇങ്ങനെയാണ് ശബരിമലയിൽ നിന്നുള്ള ഇന്നത്തെ വിശേഷങ്ങളും മറ്റു കാഴ്ചകളും.